90 സെക്കൻഡാണ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഓരോ ശരി ഉത്തരത്തിനും 10 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തെറ്റായ ഉത്തരത്തിന് മാർക്ക് പോവില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, തെറ്റാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. പരമാവധി സമയം ഉപയോഗിച്ച് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ ഈ ഒരു റൗണ്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ആദ്യം ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ നിങ്ങളുടെ ഊഴമാണ്. ഓക്കെ, ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. സഞ്ജയന് യുദ്ധം ദിവ്യദൃഷ്ടിയിൽ കാണാൻ അനുഗ്രഹിച്ചത് ആര്? വേദവ്യാസൻ. ശരി ഉത്തരം. അധിയജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? അധിയജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? ശ്രീകൃഷ്ണൻ. ശരി ഉത്തരം. കർമ്മസന്യാസം, കർമ്മയോഗം ഇവയിൽ ഏതാണ് ഏറ്റവും വിശിഷ്ടമായത്? കർമ്മയോഗം. ശരി ഉത്തരം. സംസാരം അതായത് ലോകത്തെ ഭഗവാൻ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? അശ്വത്ഥവൃക്ഷം. ശരി ഉത്തരം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആരെ സ്തുതിക്കാനാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്? ദുർഗാദേവി. ശരി ഉത്തരം. തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും ആധിക്യത്തിൽ പ്രധാനമായി കാണുന്ന ദോഷങ്ങൾ എത്ര എണ്ണം? 6. ശരി ഉത്തരം. പ്രകാശത്തിന്റെ മാർഗമാണ് ഇത് ഏത്? ദേവയാനം. ദേവയാനം. ശരി ഉത്തരം. ആർത്തൻ ഡാഷ് അർത്ഥാർത്ഥി ജ്ഞാനി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ജിജ്ഞാസു. ജിജ്ഞാസു. ശരി ഉത്തരം. കരണം, കർമ്മം, കർത്താവ് എന്നീ 3 എണ്ണം എന്താണ്? കർമ്മത്തിന്റെ 3 ഘടകങ്ങൾ. ഓക്കെ, ഐ വിൽ ഗിവ് യു ദാറ്റ്. ധാർത്തരാഷ്ട്രൻ കപിധ്വജ. ആരാണ് കപിധ്വജൻ? അർജുനൻ. അർജുനൻ. ശരി ഉത്തരം. സ്വൽപമസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ത്രായത്തെ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? 15 സെക്കൻഡ്സ്. പാസ്. ഓക്കെ. പ്രാണൻ എത്ര വിധത്തിലുണ്ട്? 7 സെക്കൻഡ്സ്. 5 4 3. തെറ്റുത്തരം. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു? സമയം കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഒരു തെറ്റും ഒരു സ്കിപ്പുമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 10 ചോദ്യങ്ങളാണ് ശരി ഉത്തരം നിങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൽ 11ാമത്തെ ചോദ്യം സ്വൽപമസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന അതിൽ ത്രായത്തെ എന്ന പദത്തിന്റെ അർത്ഥം രക്ഷിക്കുന്നു എന്നാണ്. ആ പദത്തിന്റെ അർത്ഥം പ്രാണൻ എത്ര വിധത്തിലുണ്ട്? ആർക്കെങ്കിലും അറിയാമോ പ്രാണൻ എത്ര വിധത്തിലുണ്ട്? പറയൂ. പഞ്ചപ്രാണൻ. പഞ്ചപ്രാണൻ. 5 ശരി ഉത്തരം. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു? അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം അല്ലേ? 18. ഉറപ്പിക്കൂ. റൈറ്റ്. ഓക്കെ, സോ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് 100 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. 10 ഉത്തരം ശരി. ഇനി AKNM MAM HSS കാട്ടുകുളം പാലക്കാട് റെഡി അല്ലേ? മൈക്ക് കയ്യിലെടുത്തോളൂ. ആരംഭിക്കാം. ഓക്കെ, നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. യുദ്ധത്തിൽ എത്രാമത്തെ ദിവസമാണ് ഭീഷ്മർ നിലം പതിച്ചത്? 10ാമത്തെ ദിവസം. ശരി ഉത്തരം. യോഗികൾക്കും കർമ്മികൾക്കും മരണാനന്തരം പോകുവാൻ എത്ര മാർഗങ്ങളുണ്ട്? 2. ശരി ഉത്തരം. കർമ്മസന്യാസ രൂപമായ ജ്ഞാനയോഗത്തെയും ജ്ഞാനോപമായ കർമ്മയോഗത്തെയും ഒന്നാക്കി കാണുന്നവൻ ആര്? സത്യദർശി. സത്യദർശി. ശരി ഉത്തരം. വികാരങ്ങൾ എത്ര തരം? 7 വികാരങ്ങൾ. ശരി ഉത്തരം. അർജുനന്റെ ദുർഗാസ്തോത്രം ജപിച്ചാലുള്ള ഗുണമെന്ത്? പിശാചുകളിൽ നിന്ന് രക്ഷയുണ്ടാവും, രാജാക്കന്മാരിൽ നിന്ന് ഭയം ഉണ്ടാവുകയില്ല, ചോരബാധയോ രോഗബാധയോ ഉണ്ടാവുക. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ശ്രദ്ധ എത്ര വിധത്തിലുണ്ട്? 3. ശരി ഉത്തരം. ക്ഷേത്രം എന്നാൽ എന്താണ് അർത്ഥം? ക്ഷേത്രം എന്നാൽ ശരീരം. ശരി ഉത്തരം. സഗുണം നിത്യമാണോ അനിത്യമാണോ? നിത്യമാണ്. തെറ്റുത്തരം. തമോ ഗുണ പ്രധാനികളാണ് ഇവർ. ആര്? തമോ ഗുണ പ്രധാനികൾ. ഓക്കെ, സ്കിപ്പ് ചെയ്യുന്നു. ഏവമുക്തോ ഋഷികേശ ഗുഡാകേശേന ഭാരത. ഇതിൽ ഗുഡാകേശൻ എന്നാൽ എന്താണ് അർത്ഥം? 25 സെക്കൻഡ്സ്. കൃഷ്ണൻ. സ്കിപ്പ്. സ്കിപ്പ്. ഓക്കെ. ന ജായത്തെ മ്രിയതേവ കദാചിത്. ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്തത് എന്ത്? ആത്മാവ്. ശരി ഉത്തരം. ഭഗവത്ഗീതയിൽ സ്ഥേനൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? 9 സെക്കൻഡ്സ്. ഓക്കെ, സ്കിപ്പ്. മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് ഭഗവത്ഗീത വരുന്നത്? ഭീഷ്മപർവം. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സം സമുപസ്ഥിതം. ഇവിടെ യുയുത്സു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ടൈം കഴിഞ്ഞു. നിങ്ങൾ 14 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. അതിൽ 9 ചോദ്യങ്ങൾ ശരി. 90 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മിസ്സായ ചോദ്യങ്ങളിലേക്ക് വരാം. സഗുണം നിത്യമാണോ അനിത്യമാണോ? അനിത്യം എന്നുള്ളതാണ്. തമോ ഗുണ പ്രധാനികൾ ഇവരാണ്. ശൂദ്രർ. ശരി ഉത്തരം. മൈക്കിൾ പറയൂ. മൈക്കിൾ പറയൂ, ഒരിക്കൽ കൂടി പറയൂ. ശൂദ്രർ. ശരി ഉത്തരം. അടുത്ത ചോദ്യം.
ഏവമുക്തോ ഋഷികേശ എന്ന ആ ഒരു ശ്ലോകത്തിൽ ഗുഡാകേശൻ എന്ന ആ പദത്തിന്റെ അർത്ഥം, ഗുഡാകേശൻ അർജുനൻ. എന്തുകൊണ്ടാണ്, ആ പേരിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഗുഡാകേശൻ നിദ്രയെ ജയിച്ചവൻ. ഓക്കെ, അതാണ് അതിന്റെ ഉത്തരം. 14ാമത്തെ ചോദ്യമായി നിങ്ങൾ സമയം വിട്ടുപോയ ആ ഒരു ചോദ്യത്തിൽ യുയുത്സു എന്ന പദത്തിന്റെ അർത്ഥമാണ് ചോദിച്ചത്. യുയുത്സു, യുദ്ധത്തിന് ആഗ്രഹിക്കുന്നവൻ. ഓക്കെ, യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ. ശരി ഉത്തരം.